The theology of the body is a term given to these teachings of St. John Paul the Great that date back from 1979 to 1985. For those 5 years, he gave about 135 these Wednesday audiences that have been collected and assembled and put together. Now, they represent John Paul II's, his thought regarding our relationship with God, our relationship with others, our relationship in that unity that we originally had, but we lost and that the Lord Jesus wants to restore. John Paul II's Theology of the Body. ഷാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തിയോളജി ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന പഠന പരമ്പരയുടെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഇവിടെ ഒരു ക്ലാസ് റൂം ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡ് പ്രധാനമായിട്ട് നമ്മൾ സംസാരിച്ചു എന്തിനാണ് ദൈവം നമുക്കൊരു ശരീരം നൽകിയിരിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? എന്തിനാണ് ദൈവം നമുക്കൊരു ശരീരം നൽകിയത്? അദൃശ്യനായ ദൈവത്തിന് നമ്മുടെ ശരീരത്തിലൂടെ പ്രതിഫലിക്കാനായിട്ട്. അദൃശ്യനായ ദൈവം നമ്മുടെ ശരീരത്തിലൂടെ ദൃശ്യനായി മറ്റുള്ളവർക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ അവർ ബോഡി റിവീൽസ് ഗോഡ്. അപ്പം നമ്മൾ സംസാരിച്ചു എൻ്റെ ശരീരം ദൈവത്തെ വെളിവാക്കുന്നുവെങ്കിൽ എൻ്റെ അടുത്ത ഇരിക്കുന്ന വ്യക്തിയുടെ, എൻ്റെ ഭാര്യയുടെ, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെ, കൂട്ടുകാരുടെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എല്ലാവരുടെയും ശരീരത്തിലൂടെ ദൈവം വെളിവാക്കപ്പെടുന്നു. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. എന്താണ് സെക്സ്? ഇതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നിങ്ങൾ ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്നു, എൻ്റെ ഈ സെമിനാർ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സെക്സ് എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെയുള്ളൊരു ചിന്തയാണ് കടന്നു വരുന്നത്? സെക്സ് എന്നുള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിലൂടെ പല പല കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പെട്ടെന്ന് സെക്സ് എന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നത്? ഒരു മനുഷ്യനിലെ ലൈംഗിക വികാരം. വേറെ എന്താണ് പെട്ടെന്ന് നമുക്ക്? പോണോഗ്രഫിക് കൾച്ചർ, നമ്മൾ ജീവിക്കുന്ന സെക്യുലർ കൾച്ചർ ഒരു പോണോഗ്രഫിക് കൾച്ചറാണ്. ഇവിടെ സെക്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് സെക്സ് നമ്മൾ ഓപ്പണായിട്ട് നമ്മുടെ വീടുകളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടോ? മാതാപിതാക്കളും മക്കളും തമ്മിലൊരു ഡിസ്കഷൻ നടത്താറുണ്ടോ? ഇല്ല. പോട്ടെ, ഇനി കാറ്റക്കിസം ക്ലാസ്സുകളിൽ നമുക്കൊരു ഡിസ്കഷൻ ഉണ്ടോ? ഇല്ല. ഡിസ്കഷനുണ്ട്, സുഹൃത്തുക്കൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇല്ലേ? നിങ്ങൾ ക്യാമ്പസുകളിൽ മറ്റ് സുഹൃത്ത് വലയങ്ങളിലൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇവിടെയും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും സെക്സിനെ കുറിച്ച്. അതാണ് ഞാൻ മുമ്പിലത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മനുഷ്യനെ ഒരു ഉപഭോഗ വസ്തുവായി, ഒരു കൺസ്യൂമറിക് ആറ്റിറ്റ്യൂഡിൽ യൂസ് ആൻഡ് ത്രോ കൾച്ചർ നമ്മളോട് പറയുന്നു, ഇതാ ഒരു വസ്തു, നിനക്ക് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. മനുഷ്യ ശരീരത്തെ അങ്ങനെയാണ് ഈ പോണോഗ്രഫിക് കൾച്ചർ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. കത്തോലിക്ക സഭ വളരെ പ്രൊഫൗണ്ടായിട്ട് ഈ സെക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ മറ്റ് ഒരു സ്ഥാപനവും അല്ലെങ്കിൽ ഒരു സംവിധാനവും സെക്സിനെ കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ട് ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിലൂടെ സെക്സ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കത്തോലിക്ക സഭയുടെ പ്രബോധനം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ഔട്ട്സൈഡ് വേൾഡിലെ സെക്സിനെ കുറിച്ച് വളരെ തെറ്റായ വികലമായ ഒരു അഭിപ്രായവും ചിന്തയുമാണ്. ഇപ്പോൾ സെക്സ് എന്നുള്ള വാക്ക് കേൾക്കുമ്പം തന്നെ ഞാൻ സെമിനാറുകൾ നടത്തുമ്പം പലരും പെട്ടെന്ന് പറയാറുണ്ട് എന്നോട്, ഒരു ആക്ടിവിറ്റിയെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, അല്ലേ? ഒരു ആക്ടിവിറ്റി, അതുകൊണ്ടാണ് നമ്മൾ സെക്സ് എന്ന് പറയുമ്പോൾ എന്തോ അത് തെറ്റാ ചീത്തയാ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പാടില്ല. ഇപ്പോൾ ജോൺ പോൾ II മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്: നമ്മുടെ ശരീരത്തെയും നമ്മുടെ സെക്സ് അല്ലെ സെക്ഷുവാലിറ്റിയെയും
നമുക്ക് വേർതിരിച്ച് രണ്ട് തട്ടത്തിൽ കാണാൻ സാധിക്കുകയില്ല. അപ്പം നമ്മളുടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്, നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ആണായിരിക്കുക പെണ്ണായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കത്തോലിക്കാ സഭയുടെ ശരിയായിട്ടുള്ള പ്രബോധനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നമ്മുടെ വീക്ഷണത്തിൽ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരികയാണ്. ബന്ധങ്ങൾ കൂടുതൽ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് വലയത്തിൽ, അതുപോലെ തന്നെ മറ്റ് ധാരാളം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ഞാൻ അവിടെ കാണിക്കുന്നു, സെക്സ് എന്ന പദം നമുക്ക് ഉപയോഗിക്കാൻ മടിയുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെക്സ് എന്നുള്ള പദം ഉപയോഗിക്കാൻ പറ്റുമോ? മടിയുണ്ട്. ഓപ്പണായിട്ട് ഇപ്പം നിങ്ങൾ 4 പേരിരിക്കുന്നിടത്ത് നിങ്ങളോട് ഞാൻ പറയാം സെക്സ് എന്ന് പറയാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും തല താഴോട്ടിട്ടിരിക്കും, ശരിയല്ലേ? അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് ഒരു അറ്റാച്ച്മെൻറ്റ് പോണോഗ്രഫി നമുക്കിതിനോട് തന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുക്കണം. ഈ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് സെക്സിനെ കുറിച്ച് മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ തയ്യാറാകത്തക്ക വിധത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. തയ്യാറാണോ അതിന്? യെസ് ഓർ നോ? റെഡി, വെരി ഗുഡ്. അപ്പോൾ ഇവിടെ സെക്സ് എന്ന വാക്ക് നമുക്കൊന്ന് വായിക്കാം, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വായിക്കാം. സെക്സ് എന്ന വാക്ക് ലത്തീൻ ഭാഷയിലെ ഇതിൻ്റെ മൂലപദം സെക്സസ് എന്നുള്ള ഒരു മൂലപദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ പദത്തിന്റെ അർത്ഥം സെക്സ് എന്ന് പറഞ്ഞാൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥ. അതാണ് കത്തോലിക്കാ സഭ വളരെ മനോഹരമായിട്ട് പഠിപ്പിച്ചത്. അപ്പം നമ്മൾ ആദ്യമേ നോക്കുക, നമ്മളായിരിക്കുന്ന അവസ്ഥയാണ് സെക്സ് എന്ന് പറഞ്ഞാൽ. ദൈവം നമ്മളെ പുരുഷനായി സൃഷ്ടിച്ചു അല്ലെങ്കിൽ സ്ത്രീ ആയിട്ട് സൃഷ്ടിച്ചു. ആ ആയിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സെക്സ് എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് പോണോഗ്രഫിക് കൾച്ചറാണ് നമുക്ക് അതിനെ തിരിച്ചു മറിച്ച് വേറൊരു നെഗറ്റീവ് രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലൈംഗികത എന്നത് നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. ലൈംഗികത എന്നത് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും ഏക ശരീരമായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതുമാണ്. സ്ത്രീയും പുരുഷനുമായി നമ്മെ സൃഷ്ടിക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ സ്ത്രീക്ക് പുരുഷനിലുള്ള അട്രാക്ഷൻ, പുരുഷന് സ്ത്രീയിലുള്ള അട്രാക്ഷൻ ദൈവം ഒരു പ്രത്യേക വിധത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ കഴിവാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലും തുടർന്നുള്ള എപ്പിസോഡുകളിലും നമ്മൾ ഒത്തിരി ആഴമായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ സെക്സ് എന്ന് കത്തോലിക്കാ സഭ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സ്ത്രീയും പുരുഷനുമായിരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ പരസ്പരം ഒന്നായിത്തീർന്ന് വിവാഹമെന്ന കൂദാശയിലൂടെ ദ വൺ ഫ്ലഷ് യൂണിയൻ, ഇതാണ് കത്തോലിക്കാ സഭ സെക്സ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇത് നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നും മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും വളരെയേറെ ആഴമായിട്ട് നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് CCC എന്ന് പറഞ്ഞാൽ മതബോധന ഗ്രന്ഥം 2360 പാരഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം എല്ലാവരും കൂടെ. ലൈംഗിക വ്യക്തികളാണ്. സ്ത്രീ പുരുഷന്മാരുടെ ദാമ്പത്യ സ്നേഹത്തിലാണ് ലൈംഗികത ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ദമ്പതികളുടെ വിവാഹ ജീവിതത്തിലെ ശാരീരിക സ്നേഹൈക്യം അവരുടെ ആത്മീയ ഐക്യപ്പെടുന്നതിന്റെ അടയാളവും പ്രതിജ്ഞയുമാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ തമ്മിലുള്ള വിവാഹ ഉടമ്പടികൾ കൂദാശയാൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇവിടെ എന്താണ് മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്? എന്താണ്? ഓരോ മനുഷ്യനും പ്രകൃത്യ സെക്ഷൽ ബീയിങ് ആണ്. നമ്മൾ സെക്ഷൽ ബീയിങ് ആയിട്ടാണ് നമ്മൾ ജനിച്ചത്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഇത് സ്ത്രീ പുരുഷന്മാരുടെ ദാമ്പത്യ സ്നേഹത്തിലൂടെ, അപ്പം വിവാഹത്തിലൂടെ ഇവരെ പരസ്പരം സ്നേഹം പങ്കുവെച്ച് ലവ് ആൻഡ് ലൈഫ്, ഈ രണ്ട് ആസ്പെക്റ്റ് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ കാണും. അപ്പോൾ ഇതിൽ അവർ ഒരു ശരീരമായി തീരുവാനുള്ള ആ വിളി, അത് ദാമ്പത്യ ജീവിതത്തിലൂടെ, അതാണ് ശരിക്കും സെക്സ് അല്ലെങ്കിൽ നമ്മുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച്
ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പരീശന്മാർ വന്ന് ഈശോയോട് ചോദ്യം ചോദിക്കുന്നുണ്ട് വിവാഹത്തെക്കുറിച്ച്, ഡൈവോഴ്സിനെക്കുറിച്ച്. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഈശോ അവരോട് അതിൻ്റെ ഉത്തരം പറയുവാൻ ഉൽപ്പത്തി പുസ്തകത്തിലെ കൊട്ടേഷൻസാണ് എടുത്തത്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് മോശ ഒരുവൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് വേറൊരുവളെ സ്വീകരിക്കുവാനുള്ള ആ ഒരു നിയമം തന്നത്. പക്ഷേ എങ്കിൽ ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, ആകയാൽ പുരുഷൻ സ്വന്തം പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോടുകൂടി ചേരും, അവർ രണ്ടുപേരും ഒരു ശരീരമായി മാറും. എന്നിട്ട് ഈശോ അത് കൺക്ലൂഡ് ചെയ്യുക, അതിൻ്റെ ആൻസർ, ആകയാൽ ദൈവം യോജിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള പദ്ധതി ഇതായിരുന്നു, ടു ബി വൺ. ആ വൺ ഫ്ലഷ് യൂണിയൻ, ആദ്യത്തെ വിവാഹം ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ബ്ലെസ് ചെയ്തതിന് ശേഷം ദൈവത്തിൻ്റെ പദ്ധതി മനോഹരമായിട്ട് ഒന്നായി തീർന്നുകൊണ്ട് പരസ്പരം സ്നേഹം പങ്കുവെക്കുന്നത്, ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടായിരുന്നു. അതാണ് അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഒരുമിച്ച് വായിക്കാം. വേണ്ടിയുള്ള ദൈവിക പദ്ധതി അനാവരണം ചെയ്യപ്പെടുന്ന ഒരു മഹാരഹസ്യമാണത്. നമ്മെ സ്ത്രീ പുരുഷന്മാരായി സൃഷ്ടിക്കുമ്പോൾ തന്നെ ഈ ദൈവിക രഹസ്യം നമ്മളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് യുവജനങ്ങൾ വന്ന് ചോദിക്കും, സെക്ഷുവൽ ഡിസയർസ് ഞങ്ങൾക്കുണ്ടാകുന്നത് തെറ്റാണോ? ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ കാണുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അത് നിങ്ങളെന്ത് പറയുന്നത്, തെറ്റാണോ? അല്ല. അല്ല, തീർച്ചയായിട്ടും. കാരണം ദൈവം സ്ത്രീ പുരുഷന്മാരെ, നമ്മളെ സ്ത്രീയായിട്ട് പുരുഷനായിട്ട് സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നതാണ് ഈ കഴിവ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം സ്ത്രീ പുരുഷന്മാർക്ക് ഒന്നായി തീർന്ന ഒരു ഫ്ലഷ് യൂണിയൻ, വൺ ഫ്ലഷ് യൂണിയൻ്റെ കഴിവ് കൊടുത്തിരിക്കുന്നത്? ഇവിടെയാണ് പൗലോസ് ലീഗ വലിയ രഹസ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇതൊരു വലിയ രഹസ്യമാണ്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, നമ്മൾ ക്രിസ്തു സഭയെ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുമെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ചേർത്ത് ഇത് നിങ്ങളോട് പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ വളരെ വിശദമായിട്ട് നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്, ദൈവം നമുക്ക് തന്ന ഒരു വലിയ ദാനമാണ് നമ്മുടെ സെക്ഷുവൽ ഫാക്കൽറ്റി, അല്ലെ നമ്മളായിരിക്കുന്ന അവസ്ഥ. ഇത് വ്യക്തമായോ? ക്ലിയർ ആയോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇപ്പം ക്യാമ്പസുകളിലൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ വരുമ്പം അതിൽ മെയിനായിട്ട് അവർ ഇപ്പം ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം സാറ് തന്നെ പറഞ്ഞു സെക്സ് എന്നത് ദൈവം തന്നൊരു ദാനമാണെന്ന്. പക്ഷെ അതിനെ എന്തുകൊണ്ട് വിവാഹം എന്നുള്ളത് ഒരു മാനദണ്ഡമായി വെക്കുന്നു എന്നുള്ളത്, ഓക്കെ, അപ്പം അതിന് എങ്ങനെ ഉത്തരം നൽകാം? ഓക്കെ, അത് വളരെ ഒരു ജെനുവിൻ ചോദ്യമാണ്. ചോദ്യം നിങ്ങൾ കേട്ടല്ലോ. എന്തുകൊണ്ട് വിവാഹം എന്ന ഒരു ഉടമ്പടിയോ അല്ലെ ഒരു ബ്ലോക്ക് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ലൈംഗിക പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു? അപ്പോൾ ഇത് നമ്മളെ ഇത് വളരെ ഒരു ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യനാണ്. ഞാൻ വളരെ ചുരുക്കമായിട്ട് ഇപ്പോൾ പറയാം. പിന്നീട് വിവാഹത്തെക്കുറിച്ച്, നമ്മുടെ സെക്ഷൽ യൂണിയനെക്കുറിച്ചൊക്കെ നമ്മുടെ എപ്പിസോഡുകൾ വരുമ്പോൾ ഇത് വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം ദാനമായി തന്നതിന് ഒരു പെർപ്പസ് ഉണ്ട്.
അപ്പോൾ ഇത് നമുക്ക് വിഷ്വൽ കാണാം. മതബോധന ഗ്രന്ഥം 2361 സഭ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. ദമ്പതികളുടേതു മാത്രമായ പ്രത്യേക പ്രവൃത്തികളിലൂടെ സ്ത്രീയും പുരുഷനും പരസ്പരം നൽകുന്നതിനുള്ള മാധ്യമമായ ലൈംഗികത. അപ്പോൾ അവിടെ സഭയുടെ പഠനപ്രകാരം ദമ്പതികൾ മാത്രം പരസ്പരം ഉടമ്പടിയിലൂടെ സ്നേഹത്തിലൂടെ പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തന്നതാണ് ഈ ദാനം. എന്നിട്ട് വീണ്ടും നമ്മളവിടെ കാണുന്നു, ഇത് വെറും ജീവശാസ്ത്രപരമായ ഒന്ന് മാത്രമല്ല, വെറും ഒരു ബയോളജിക്കൽ ആക്ട് അല്ല. ഒരു സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെ അവർ സ്നേഹം പങ്കുവെക്കുന്നത് വെറും ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റ് അല്ല. അപ്പം നമ്മുടെ ഈ സെക്ഷൽ റെവല്യൂഷനും പോണോഗ്രഫിയുമാണ്. ശരീരമെന്ന് പറയുന്നത് വെറും ഒരു ഒബ്ജക്റ്റാണ്, വെറും ബയോളജി മാത്രമേ ഉള്ളൂ, അതിന് യാതൊരു വേറെ ഫൗണ്ടേഷൻ ഇല്ല എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. പിന്നെയോ അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അന്തസത്തെ, ഇറ്റ് ഈസ് ദി എസൻസ് ഓഫ് ദി എക്സിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അന്തസത്തയെ സ്പർശിക്കുന്നതാണ്. അത് വെറും ഒരു ബയോളജിക്കൽ യൂണിയൻ അല്ല, അതൊരു സ്പിരിച്വൽ യൂണിയനാണ്, അതൊരു സോഷ്യൽ യൂണിയനാണ്, സൈക്കോളജിക്കൽ യൂണിയനാണ്. ധാരാളം യൂണിയൻ അതിനകത്ത് ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെ വെറും ഒരു ആക്ടിവിറ്റി, ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാത്രം കാണാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടു മനുഷ്യ ശരീരം അതിനെ സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അപ്പം നമ്മൾ ബയോളജിയിൽ മാത്രം നിൽക്കാതെ നമ്മൾ അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ആ പദ്ധതിയിലേക്ക് കണ്ണും നട്ട് നമ്മൾ നോക്കുമ്പോൾ അത് ശരിക്കും അതിൻ്റെ പർപ്പസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ഇവിടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത്, അത് സ്നേഹത്തിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായി മാറണമെങ്കിൽ ഈ വിവാഹമെന്ന കമ്മിറ്റ്മെൻറ്റും ഉടമ്പടിയും വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ലൈക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലഷർ പോലെ ആയിത്തീരും, ജസ്റ്റ് ലൈക്ക് എനി അതർ തിങ്. അതാണ് നമ്മൾ സ്നേഹത്തിന് പകരം പരസ്പരം വ്യക്തികളെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഒരു കാര്യം, ഇനിയും മതബോധന ഗ്രന്ഥം 1643 നിങ്ങളുടെ ശ്രദ്ധ നമുക്ക് വിഷ്വൽ വായിക്കാം. ദാമ്പത്യ സ്നേഹത്തിൽ വ്യക്തികൾ തമ്മിലുള്ള ശാരീരികമായ ഐക്യത്തിനപ്പുറം ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും തലത്തിലുള്ള ആഴമായ ഐക്യം അത് ലക്ഷ്യമാക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ക്യാമ്പസുകളിൽ ഈ കേട്ട കാര്യങ്ങൾ, ഇങ്ങനെയൊരു ആഴമായ തലത്തിൽ ഒരു യൂണിയൻ അവിടെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഇത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു തമാശന് വേണ്ടി, ഇല്ലെങ്കിൽ ഒരു അല്പസമയത്തെ പ്ലഷറിന് വേണ്ടി, അതല്ലാതെ അതിലപ്പുറം അതിനൊരു ആഴമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുക, നമുക്ക് വീണ്ടും 2332 ഒന്ന് വായിക്കാവോ? ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഐക്യത്തിലുള്ള മനുഷ്യ വ്യക്തിയുടെ എല്ലാ തലങ്ങളെയും ലൈംഗികത സ്വാധീനിക്കുക. അത് വെറും ഒരു ബയോളജിക്കൽ തലത്തിനല്ല, വീണ്ടും അത് തറപ്പിച്ച് പറയുന്നു. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ മണ്ഡലങ്ങളെയും തലങ്ങളെയും ഈ സെക്ഷൽ യൂണിയൻ ബാധിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അതെ. ഇവിടെ നമ്മൾ ഒരു പോയിൻറ്റും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഈ ചോദ്യത്തോടനുബന്ധിച്ച്. അതായത് പൗലോസ് ലീഗ എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് നമ്മൾ കേട്ടു. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്ത്രീ പുരുഷന്മാർ പരസ്പരം വിവാഹത്തിൽ സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ്, അല്ലേ? അതാണ് നമ്മൾ വിവാഹ വാഗ്ദാനം എടുത്തത്. അപ്പം നമുക്ക് 4 വിവാഹ വാഗ്ദാനങ്ങൾ ഏത് റൈറ്റിലാണേലും നമ്മുടെ സാക്രമെൻ്റൽ മാരേജിനെ സംബന്ധിച്ചിടത്തോളം 4 വിവാഹ വാഗ്ദാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയാവോ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. സ്വതന്ത്രമായി, വിശ്വസ്തമായി, സമ്പൂർണമായി, ഫലദായകമായി ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് തന്നെ സമർപ്പിക്കുക, സ്വയം ദാനമായി മാറാൻ. അവിടെയാണ് സെക്ഷൽ യൂണിയന്, അവർ തമ്മിലുള്ള ദാമ്പത്യ സ്നേഹത്തിന് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്ന അർത്ഥം ഉണ്ടാവുക. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വിഷ്വൽ കാണാം. സ്വതന്ത്രം, വിശ്വസ്തം, സമ്പൂർണം, ഫലദായകം. ഞാൻ പറഞ്ഞ ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ.
ഇത് ദൈവസ്നേഹത്തിൻ്റെ ബ്രാൻഡാണ്. ദൈവസ്നേഹത്തിനൊരു ബ്രാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ ബ്രാൻഡ്. അത് സ്വതന്ത്രമാണ്, അത് വിശ്വസ്തമാണ്, അത് സമ്പൂർണ്ണമാണ്, അത് ഫലദായകമാണ്. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഈ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ഈ 4 കാര്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ സ്നേഹത്തിനുള്ള ദൈവത്തിൻ്റെ ബ്രാൻഡ് ഇതാണ്: സ്വതന്ത്രം, വിശ്വസ്തം, സമ്പൂർണ്ണം, ഫലദായകം. ഇതാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. അപ്പോൾ ഈ സെക്ഷൽ യൂണിയനിലൂടെ സ്വയം ദാനമായി തന്നെ സമർപ്പിക്കുവാനുള്ള ഒരവസരമാണത്. അതാണ് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ, അല്ലാതെ അതാണ് യഥാർത്ഥത്തിൽ അത് ഏത് മനുഷ്യരാണെങ്കിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇതായിരുന്നു ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മുടെ സെക്സിനെക്കുറിച്ച്, സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിവാഹത്തെക്കുറിച്ചോ സെക്ഷൽ യൂണിയനെക്കുറിച്ചോ ഉണ്ടായിരുന്ന പദ്ധതി. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം തന്നു, നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ പറയുന്നു, ഇറ്റ് ഈസ് മൈ ഫ്രീഡം, ഇസ് മൈ ലൈഫ്, ഐ വിൽ ഡു വാട്ട് എവർ ഐ ലൈക്ക്. അതൊരു സ്വാതന്ത്ര്യമായി നമ്മൾ കരുതുന്ന ഒരു കാലഘട്ടമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ വിഷ്വൽ കാണുക. സ്നേഹത്തിൻ്റെ സന്തോഷം ആരാ എഴുതിയെന്നറിയാവോ? അത് ആ എൻസൈക്ലിക്കിൾ ആരുടെയാണെന്നറിയാവോ? സ്നേഹത്തിൻ്റെ സന്തോഷം, ജോയ് ഓഫ് ലവ്, ആര് പുറപ്പെടുവിച്ച ചാക്രിക ലേഖനമാണ്? ഏത് മാർപ്പാപ്പ? നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒന്ന് വായിക്കാതെ. വൈവാഹിക കൂട്ടായ്മയാകുന്ന ദേവാലയത്തിൽ ത്രിത്വൈക ദൈവം സന്നിഹിതനാണ്. ഈ പിതാക്കന്മാരുടെ പഠനങ്ങളും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പോപ്പ് ഫ്രാൻസിസ് കുടുംബത്തെക്കുറിച്ച് ഈ ചാക്രിക ലേഖനത്തിൽ പറയുകയാണ്, ഈവൻ ഇൻ ദ ടെംപ്ലേറ്റ് ഓഫ് മാരിറ്റൽ യൂണിയൻ ദ ഹോളി ട്രിനിറ്റി ഈസ് പ്രസന്റ് ദെയർ. പരിശുദ്ധ ത്രിത്വം അവിടെ സന്നിഹിതമാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതാണ് നമ്മൾ കണ്ടത്. സാക്രമെൻ്റൽ മാരേജിൻ്റെ പ്രത്യേകത അതാണ്. ദ ഗ്രേസ് വിൽ ഫ്ലോ, കൃപ ഒഴുകുന്ന ഒരവസരമാണത്. വീണ്ടും പോപ്പ് ഫ്രാൻസിസ് പല അവസരങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദാമ്പത്യ ധർമ്മം അവർ സ്നേഹത്തിൽ അത് നിർവഹിക്കുമ്പോൾ അവിടെ കൃപ ഒഴുകുകയാ. അതൊരു ചാനലാണ് ഗ്രേസിൻ്റെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, വിവാഹം കഴിക്കാതെ നമ്മൾ വെറും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം, നമ്മുടെ സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം നമ്മുടെ ലൈംഗിക ബന്ധങ്ങളെ ഉപയോഗിക്കുമ്പോൾ അത് സ്നേഹമാണോ ലസ്റ്റാണോ? ഈസ് ഇറ്റ് ലവ് ഓർ ലസ്റ്റ്? ലസ്റ്റാണ്. അപ്പോൾ അത് സ്നേഹമല്ല. നമ്മൾ സ്നേഹമെന്ന് അതിനെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ പറയും മറ്റുള്ളവരോട്. ഇറ്റ് ഈസ് ലസ്റ്റ്. ഇറ്റ് ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് അവർ ലസ്റ്റ്. നമ്മുടെ ലസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുവാൻ വേണ്ടി നമ്മൾ പല ന്യായീകരണങ്ങളും കണ്ടുപിടിക്കും. അതാണ് ഇന്നത്തെ സെക്യുലർ കൾച്ചർ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു പോയിൻ്റ് നമ്മുടെ വിഷ്വൽ ഒന്നുകൂടെ കാണാം. സഭയുടെ വേറൊരു പഠനം കൂടെ ഞാനിവിടെ കാണിക്കുകയാണ്. മതബോധന ഗ്രന്ഥം 2352. ആർക്ക് ഒന്ന് വായിക്കാവോ? ഏത് കാരണത്താലായാലും വിവാഹത്തിന് വെളിയിൽ ലൈംഗിക കഴിവിനെ മനഃപൂർവ്വം ഉപയോഗിക്കുന്നത് സത്താപരമായി അതിൻ്റെ ലക്ഷ്യത്തിന് വിരുദ്ധമാണ്. അത് ദൈവത്തിൻ്റെ പർപ്പസ് നമുക്ക് തന്നിരിക്കുന്ന സെക്ഷൽ ഫാക്കൽറ്റിയുടെ അത് സത്താപരമായി, അതുപോലെ തന്നെ അവിടെ ഒരു മോറൽ ഡിസോർഡർ ഉണ്ട്. അവിടെയാണ് പാപവും മറ്റു കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റി വരുന്നത്. അപ്പോൾ ഏതൊരു ആക്ഷനും ഒരു മോറൽ ഡിസോർഡർ ഉണ്ടാകുമ്പോൾ അത് പാപമായി മാറുന്നു, അത് പാപത്തിൻ്റെ സാഹചര്യങ്ങളായി മാറുന്നു. ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ ലൈംഗിക ബന്ധങ്ങളിൽ നമുക്ക് വീണ്ടും വിഷ്വൽ കാണാം. ഒരു മൊറാലിറ്റി ഓഫ് ദ സെക്ഷുവാലിറ്റി, ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ എന്താണ്, അത് തെറ്റോ ശരിയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ ഒരൊറ്റ ചോദ്യം നമ്മുടെ മുമ്പിൽ നമ്മൾ ചോദിച്ചാൽ മതി. എൻ്റെ ലൈംഗിക ബന്ധങ്ങളിൽ ഈ ദൈവസ്നേഹത്തിൻ്റെ 4 ബ്രാൻഡ്, ദമ്പതികൾ തമ്മിൽ സ്നേഹിക്കേണ്ട ഈ 4 ബ്രാൻഡ് അടങ്ങിയിട്ടുണ്ടോ? ഏതൊക്കെയാണത്? ഫ്രീ, വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, സമ്പൂർണ്ണം, ഫ്രൂട്ട്ഫുൾ. ഇതിലേതെങ്കിലും ഒന്നും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആ ഫ്രെയിമിലുള്ളതല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല, മനുഷ്യൻ്റെ ആലോചനയിലും അവൻ്റെ സ്വാർത്ഥതയിലുമുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിന് ഞാൻ വീണ്ടും ഉത്തരം ഒന്നും കൂടെ തറപ്പിച്ച് പറയുകയാണ്. ഇതിൽ ഈ 4 എലിമെൻ്റ്, ഒരുപാട് എലിമെൻ്റ് മിസ്സല്ലേ? ഒന്ന് എടുത്തു നോക്കുക. എക്സാമ്പിൾ, ഫ്രീ ആണോ?
രണ്ടുപേരും സ്വതന്ത്ര മനസ്സോടുകൂടി ജീവിതകാലം മുഴുവൻ ഒരു കമ്മിറ്റ്മെൻ്റ്, ഒരു ഉടമ്പടി എടുക്കുന്നുണ്ടോ? ഇല്ല. ആർ ദേ ഫെയ്ത്ത്ഫുൾ ഈച്ച് അതർ? നോ. അവർ പറയും ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങൾ ഫെയ്ത്ത്ഫുൾ ആണ്. അത് യൂസ് ആൻഡ് ത്രോ കൾച്ചറിൻ്റെ ഒരു ആശയമാണ്. എനിക്കിപ്പോൾ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഉപയോഗിക്കുന്നു. 3, എന്താണ് അത്? സമ്പൂർണ്ണമാണോ? ടോട്ടലാണോ? അത് ടോട്ടൽ ഒരു സ്വയം ദാനമായി ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് സ്വയം തന്നെ സമർപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണത അതിലുണ്ടോ? ഇല്ല. ഈസ് ഇറ്റ് ഓപ്പൺ ടു ലൈഫ്? ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടോ അതിൽ? ഉണ്ടോ? ഇല്ല. അപ്പം ഈ കാരണത്താൽ അത് തീർച്ചയായിട്ടും ദൈവ പദ്ധതിയുടെ ഔട്ട് ഓഫ് ഫ്രെയിമാണ്. അവിടെ മൊറാലിറ്റി ഡിസോർഡർ ഉണ്ട്. ഏത് ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ദ മോറൽ ഡിസോർഡർ അവിടെ വന്നു കഴിയുമ്പോൾ ദാറ്റ് ഈസ് എ സിൻ. അത് കത്തോലിക്കാ സഭ എങ്ങനെ നമ്മൾ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ദർ ഇസ് എ മോറൽ ഡിസോർഡർ. അപ്പം സെക്സ് എന്ന് പറയുന്നത് ഈ ട്രിനിറ്റേറിയൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ആഴമായി കടന്നു ചെല്ലുവാൻ ദൈവം നമുക്ക് പ്രതീകമായി തന്നിരിക്കുന്ന ഒരു കഴിവാണ് ഈ വൺ ഫ്ലഷ് യൂണിയൻ. നമുക്ക് വിഷ്വൽ നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് നോക്കി ഒന്ന് വായിക്കാം. സ്വർഗീയ സ്നേഹമെന്ന മഹാരഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലും പ്രഘോഷണവും അതിലേക്കുള്ള പ്രവേശനവുമാണ് സെക്സ്. ഞാനിത് ചുരുക്കി ഈ എപ്പിസോഡിന് ഇത്രയും നേരം നമ്മൾ കേട്ടത് മുഴുവൻ ഞാൻ ചുരുക്കി പറയുകയാണ്. കത്തോലിക്കാ സഭയുടെ പ്രബോധനം അനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സെക്സ് ഈസ് ഓൾ അബൌട്ട് ലൈഫ്. സെക്സ് ഈസ് ഓൾ അബൌട്ട്, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചൊന്ന് പറയാം, സെക്സ് ഈസ് ഓൾ അബൌട്ട് ലൈഫ്. പക്ഷേ നമ്മുടെ സെക്യുലർ കൾച്ചർ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെക്സ്. ഇറ്റ് ഈസ് യുവർ ലൈഫ്, യു ഹാവ് എ ഷോർട്ട് ലൈഫ്, ഗോ ആൻഡ് എൻജോയ്. നീ ആസ്വദിക്ക്, അതിനാണ് ദൈവം നിനക്കിത് തന്നിരിക്കുന്നത്. അപ്പോൾ സെക്യുലർ കൾച്ചർ എന്താ പറയുന്നത്? ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെക്സ്. ഇവിടെയാണ് ഇതാ സത്യം ട്വിസ്റ്റ് ചെയ്യപ്പെട്ടു. സത്യം ട്വിസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ ഒറ്റയടിക്ക് നോക്കിയാൽ ഒരുപോലെ തോന്നും. ഇവിടെയാണ് ഇന്നത്തെ തലമുറയും നമ്മളും എല്ലാം കൺഫ്യൂസ്ഡ് ആകുന്ന സെക്യുലർ കൾച്ചറിൻ്റെ, നമ്മുടെ ശത്രുവിൻ്റെ ടെക്നിക്ക് വർക്കാകുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. എൻ്റെ ശരീരത്തിനാണോ ആത്മാവിനാണോ പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്? ഇതാണ് നമ്മുടെ അടുത്ത എപ്പിസോഡിൻ്റെ വിഷയം. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ശരീരമൊന്നിനും കൊള്ളുകയില്ല, ആത്മാവാണ് നല്ലത്, അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടിയല്ല ആത്മാവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മറ്റ് തലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കാറുണ്ട്. അതെല്ലാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ക്ലിയർ ആവും. നമ്മുടെ ശരീരമാണോ ആത്മാവാണോ, ഏതിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്? ഇത് കാണുവാനായിട്ട് അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. John Paul II's Theology of the Body.